ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ ലഡുവാണ്. അതിന് ഞാൻ മത്തങ്ങ ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മത്തനാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ചെത്തി അപ്പം ഞാൻ മത്തങ്ങ വേവിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കുകയാണ്. പാത്രം അടുപ്പ് വെച്ചു. ഇതിലേക്ക് ചിക്കൻ മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് പശുവും പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് വേവിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. നന്നായിട്ട് വേവിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ 100 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കശുവണ്ടി ഇതൊന്ന് പൊടിച്ചെടുക്കാം രണ്ടും കൂടെ. അതുപോലെ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ച്. കശുവണ്ടിയും ബദാമും കൂടെയാണ് പൊടിച്ചെടുത്തത്. ഇത് നമുക്കതിൽ ചേർത്ത് കപ്പലണ്ടി കൂടി പൊടിച്ച്. നമ്മുടെ കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് വേവണം. ഇത് മത്തൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ശകലം കൂടെ വെള്ളം പറ്റണം. നമ്മൾ മത്തങ്ങ വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ച് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വെച്ചിരിക്കുന്നതിന് കപ്പലിൻ്റെയും കൂടെ ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മത്തൻ ലഡു റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റൗ ഓഫാക്കി തണുക്കാൻ വയ്ക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്ത്, നേരത്തെ ഞാൻ പൊടിച്ചു വെച്ചിരുന്ന കപ്പലിൻ്റെയാണ്. ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ മത്തൻ ലഡു റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.